ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്താണ്? മുസ്ലിം സ്ത്രീകൾക്ക് ഇതൊക്കെ എന്തിനാണ്? എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഇന്ന് പലയിടങ്ങളിലും നമ്മൾ കേട്ടുവരുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഇന്ന് കേൾക്കുന്നത് പോസിറ്റീവ് തിങ്കിങ്, ലോ ഓഫ് അട്രാക്ഷൻ, സെൽഫ് ലവ് ഇതൊക്കെയാണ്. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സ്ത്രീയുടെ മനസ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ? ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, മോശം ചിന്ത ഒരിക്കലും വരാൻ പാടില്ല എന്നൊന്നുമല്ല. ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്നത് ജീവിതത്തെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്നൊരു ചിന്താഗതിയാണ്. എന്ത് സംഭവിച്ചാലും ഇത് അള്ളാഹു അറിയാതെ സംഭവിക്കുകയില്ല എന്ന് മനസ്സ് സമ്മതിക്കുന്നൊരവസ്ഥ. ഇതിൻ്റെ അടിസ്ഥാനം 3 കാര്യങ്ങളാണ്. 1, എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ഉറച്ച വിശ്വാസം. 2, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിക്കും, എന്നാലും ഫലം അള്ളാഹുവിൽ ഏൽപ്പിക്കും. അള്ളാഹുവാണ് നമുക്ക് റിസൾട്ട് തരേണ്ടത്. 3, ഈ ലോകം ഒരിക്കലും സ്ഥിരമല്ല, താൽക്കാലികമാണ് എന്നുള്ള എപ്പോഴുള്ളൊരു ഓർമ്മ. മുസ്ലിം സ്ത്രീകൾ പുറത്ത് കരുത്തുള്ളവരായിട്ട് തോന്നിയാലും അകത്തൊരുപാട് ഭാരങ്ങൾ ചുമക്കുന്നുണ്ട്. എല്ലാ മുസ്ലിം സ്ത്രീകളെന്നല്ല, പല മുസ്ലിം സ്ത്രീകളും. കുടുംബത്തിൻ്റെ പ്രതീക്ഷ, നല്ല ഭാര്യയായിരിക്കണമെന്ന സമ്മർദ്ദം, എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന ചിന്ത, അതിനൊക്കെ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കൽ, അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുണ്യമാണെന്ന് നമ്മൾ ഇടങ്ങളിൽ നിന്നും പഠിച്ചത്, ഇതെല്ലാം കൂടി വരുമ്പോൾ പലരും പറയുന്നത് കേൾക്കാം, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല എന്ന്. ഇസ്ലാമിക് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ചിന്തിക്കും? ഇങ്ങനെ എനിക്കേ സംഭവിക്കൂ, ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും, അള്ളാഹു എന്നെ കൈവിട്ടോ, എല്ലാവർക്കും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം, ഒന്നിനെയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഉത്തരം കിട്ടുന്നില്ല. ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ഉള്ളിലൊരു സമ്മർദ്ദം ഉണ്ടാകുന്നത്. മറ്റുള്ളവരുമായിട്ട് നാം സ്വയം താരതമ്യം ചെയ്യും, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ഇസ്ലാമിക് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചിന്തിക്കും? ഇതെനിക്കുള്ള പരീക്ഷണമായിരിക്കും, അള്ളാഹു എനിക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രമേ തരികയുള്ളൂ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയാൽ അത് അള്ളാഹു എന്നെ ഒഴിവാക്കി എന്നതിൻ്റെ അർത്ഥമല്ല. എൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. ക്ഷമ ദുർബലതയല്ല, അത് ശക്തിയാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിക് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ചിന്തിക്കുന്ന രീതി. അങ്ങനെയാവുമ്പോൾ മനസ്സിൽ പ്രഷർ കുറയും, മനസ്സ് നല്ല ബോൾഡായി നിൽക്കും, മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്യൽ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു കുറ്റബോധം മാറി പ്രതീക്ഷകൾ വരും. നമ്മൾ ദുആ ഒരു പതിവാക്കും. അത് ആവശ്യം വരുമ്പോൾ മാത്രം ഉള്ളതല്ലാതെ ദുആ പതിവായി മാറും. മുസ്ലിം സ്ത്രീകൾ എല്ലാവരും ദുആ ചെയ്യുന്ന ഹൃദയങ്ങളാണ്. പക്ഷേ ദുആ ചെയ്യുന്ന മനസ്സ് പ്രഷറിലായാൽ, മനസ്സ് സമ്മർദ്ദത്തിലായാൽ, ഒരു പേടി തോന്നുന്നൊരു മനസ്സാണെങ്കിൽ, അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കാനാവാതെ പോയാൽ ദുആയുടെ സ്വാധീനം നമുക്ക് തന്നെ തോന്നില്ല. അത് ഒരു ഉത്തരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തന്നെ ഉണ്ടാവില്ല. വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുന്ന പോലെ ആയിരിക്കും. ഇസ്ലാമിക് മൈൻഡ് സെറ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എനിക്ക് തെളിയിക്കേണ്ടത് ലോകത്തോടല്ല എൻ്റെ റബ്ബിനോടാണ്. ഇസ്ലാമിക് മൈൻഡ് സെറ്റ് നിങ്ങളെ പൂർണ്ണരാക്കില്ല, പക്ഷേ ശാന്തമായൊരു ഹൃദയം നൽകും. എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞ പൂർണ്ണരായ ഒരു മനുഷ്യനാക്കി മാറ്റും എന്നല്ല ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശാന്തമായി അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാവും. ജീവിതം എളുപ്പമാകില്ല, പക്ഷേ ജീവിതം കൈകാര്യം ചെയ്യാനുള്ള ഈമാനിൽ നിന്നുള്ളൊരു കരുത്ത് നമുക്ക് ലഭിക്കുമെന്നതാണ്. കരുത്തുള്ള മുസ്ലിം സ്ത്രീ എന്നത് എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവളെന്നല്ല, അള്ളാഹുവിൽ ആശ്രയിച്ച് സ്വന്തം പരിധികൾ അറിയുന്നവളാണ്. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു മുസ്ലിം സ്ത്രീക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ഇസ്ലാമിക് മൈൻഡ് സെറ്റ് കണ്ടന്റ് ഇനി തുടർന്നും വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ. ഞങ്ങളുടെ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റിലുള്ള നമ്പറിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് വോയിസ് വാട്സപ്പ് ചെയ്യൂ.